നമസ്കാരം ഗൈസ്, എല്ലാ മനുഷ്യന്മാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ, നിങ്ങൾക്ക് നമ്മുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ വീഡിയോ എന്ന്. ഒരു ടെക്നോളജി വീഡിയോ ആണ്, അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നോർമൽ ടെക്നോളജി വീഡിയോ അല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. രണ്ട് ഇംഗ്ലീഷ് ആരാൾ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു. അത് നമ്മൾ റിക്കവറും ചെയ്തു. അത് എങ്ങനെയാണ്, ഈ സംഭവങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സഹായിച്ച ചാനൽ റിക്കവർ ചെയ്യാൻ സഹായിച്ച ആളുകളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്യണം. സോ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ്. യൂട്യൂബും ഇതൊക്കെ മാക്സിമം ഹാക്കിങ്ങിലും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ടും എൻ്റെ ചാനൽ ഹാക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മൾ എങ്ങനെ ചാനൽ ഹാക്ക് ചെയ്ത് റിക്കവർ ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോ ആയിട്ട് പോകാം. അപ്പോൾ ഞാൻ ഈ സംഭവം പറയുന്നത് ജസ്റ്റ് ഞാൻ ആ സ്റ്റോറി നടന്ന അതേപോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് പറ്റുകയാണെങ്കിൽ എല്ലാവരും മാക്സിമം ഒരു ചെറിയ വീഡിയോ ആണ്, ചെറിയ ഒരു ലെങ്ത്തുള്ള വീഡിയോ ആണ്, പറ്റുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഒരു രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ഫോണിലൊരു മിസ് കോൾ കണ്ട്. എൻ്റെ ഫ്രണ്ട് ഫയാസിൻ്റെ മിസ് കോളായിരുന്നു. സോ അവൻ രാത്രി 1:50 ആ റേഞ്ചിൻ്റെ സമയത്താണ് വിളിച്ചിട്ടായിരുന്നു കേട്ടോ. സോ 1:50 ആ റേഞ്ചിനെ വിളിച്ചപ്പോൾ ഞാൻ എന്തപ്പോൾ ആ നേരത്തെ വിളിച്ചിട്ടാണ് തിരിച്ച് വിളിച്ച്. ഞാൻ ഫോൺ മൊബൈൽ ഡാറ്റ ഒന്നും ഓണാക്കിയില്ലായിരുന്നു, കാരണം ഉറക്കെ എണീച്ച് നേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ അവന് പറഞ്ഞു, എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് നീ നോക്കിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്നാൽ അത് നോക്കിയെന്ന് പറഞ്ഞു. അത് നോക്കിയപ്പോൾ അവന് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ചാനലിൽ ഒരു ലൈവ് സ്ട്രീമിങ് ചെയ്ത ഒരു സ്ക്രീൻഷോട്ടാണ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് നമ്മുടെ ചാനലായിരുന്നു. നമ്മുടെ ചാനലിലാണ് അവന് നോട്ടിഫിക്കേഷൻ വന്നതാണ് രാത്രി. അതായത് നമ്മുടെ ചാനൽ ഒരാൾ ഹാക്ക് ചെയ്തിട്ട് പേര് മാറ്റിയിട്ട് രാത്രി ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ പേര് എൻടെക് മലയാളം നിന്ന് റിപ്പിൾ XRP ഫൗണ്ടേഷൻ സംതിങ് അങ്ങനത്തെ ഒരു പേരിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. റിപ്പിൾ XRP ഫൗണ്ടേഷൻ എന്ന ഒരു പേരിലേക്ക് നമ്മുടെ ചാനൽ മാറ്റിയിട്ട് ഒരു ട്രേഡിങ്ങിനൊക്കെ പറ്റിയ എന്തോ ലൈവ് സ്ട്രീമിംഗ് രാത്രി 1:45 തൊട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറിൻ്റെ ലൈവ് സ്ട്രീമിംഗ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. റിപ്പിൾ XRP ഫൗണ്ടേഷൻ എന്ന പേരിൽ ട്രേഡിങ്ങിനൊക്കെ പറ്റി ചാനൽ അങ്ങനത്തെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ രാത്രി ലൈവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ ഒരൊറ്റ വീഡിയോസും കാണാനില്ല, ആ ഒരു ഒറ്റ ലൈവ് സ്ട്രീമിംഗ് മാത്രം. ബാക്കിയുള്ള എല്ലാ വീഡിയോസും ആർക്കും കാണുന്നില്ല. അതേപോലെ തന്നെ പേരും ബാനറും എല്ലാം പ്രൊഫൈൽ പിക്ചറൊക്കെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒക്കെ മാറ്റി വേറൊരു ചാനലാക്കി. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഈ ഒരു പുതിയൊരു വീഡിയോ വന്നപ്പോൾ ലൈവ് വന്നപ്പോൾ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. അവരാണ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചെന്നുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ പെട്ടെന്ന് തന്നെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ നോക്കിയപ്പോൾ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്, ഒറ്റ വീഡിയോസും കാണാനില്ല. ഭാഗ്യത്തിന് അവർ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒക്കെ പ്രൈവറ്റ് ആക്കിയിരുന്നു. ഏതോ പൊട്ടനാണ് ഹാക്ക് ചെയ്തെന്ന് തോന്നുന്നു, ഒക്കെ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈവറ്റ് വീഡിയോസ് അതിൽ കാണാനായിട്ട് പറ്റി. അവർ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവർക്ക് പറ്റിയ തെറ്റ് നമുക്ക് എങ്ങനെ ചാനൽ റിക്കവർ ചെയ്തതെന്ന് വെച്ചാൽ, സോ ഇങ്ങനെയാണ് ചാനൽ ഹാക്ക് ചെയ്തിട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്റ്റോറി ഇതുവരെയാണ് ചാനൽ അവർ ഹാക്ക് ചെയ്തത്. അത് ഹാക്ക് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് 2-3 ദിവസം മുമ്പ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ, നമ്മളൊരു ടെക് ചാനലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടധികം പ്രൊമോഷൻസ് വരാറുണ്ട്. അതായത് ഓരോ കമ്പനി പ്രൊഡക്റ്റിൻ്റെ ഒക്കെ പ്രൊമോഷൻസ് നമ്മൾ സാധാരണ വരാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചിലത് മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. ഇതിൽ ഞാൻ അധികം എൻ്റെ ഫോണിൽ ഓപ്പൺ ചെയ്യാറില്ല, എൻ്റെ ലാപ്പിൽ ഓപ്പൺ ചെയ്യാറില്ല. ഫ്രണ്ട്സിനെയൊക്കെ അയച്ചിട്ടെടുത്തിട്ട് അവർ ഓപ്പൺ ചെയ്തിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യാറ്. സോ ഈ ഒരു മെയിൽ ഒരു HyperX എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പ്രൊമോഷൻ മെയിലായിരുന്നു. ഞാൻ എല്ലാ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് അയച്ചുതരാം, എല്ലാ സ്ക്രീൻഷോട്ടും ഞങ്ങൾക്ക് അയച്ചുതരാം കേട്ടോ. സോ നിങ്ങൾ ആ മെയിലിനൊക്കെ മെയിൽ വരാണെങ്കിൽ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ HyperX എന്ന് പറഞ്ഞ കമ്പനി, ആമസോണിൽ ഇതിലൊക്കെ ഉള്ള ഒരുപാട് ഗെയിമിംഗ് എന്താ പറയുക ടൂൾസൊക്കെ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്പനിയാണ്. അവരുടെ മെയിലാണ്, അവർ ഒറിജിനൽ ആവാൻ ചാൻസ് ഇല്ല. സോ അവരുടെ മെയിലായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യണം. സോ നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാറ്റലോഗ് ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങളുടെ ലാപ്പിൽ. അതിലുണ്ടാവും ഒരുപാട് എന്താ പറയുക പ്രൊഡക്റ്റ്. അതിൽ നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ മതി പറഞ്ഞിട്ട് ഞാൻ അവരുടെ കാറ്റലോഗ് എന്ത് ചെയ്തു, എൻ്റെ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്തോ എറർ ഫയലായിരുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്നാണ് നമ്മുടെ ചാനൽ ഹാക്ക് ആയത്. സോ അതുപോലെ തന്നെ ഇതിന് 2 ദിവസം മുമ്പ് Pandora X എന്നൊരു കമ്പനി, Pandora X അങ്ങനെ എന്തോ ഒരു കമ്പനി നമുക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം പാറ്റേണുള്ള മെയിലായിരുന്നു, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, സെയിം പാറ്റേൺ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ആരും ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു സെയിം പാറ്റേണിലുള്ള മെയിൽസ് ആയിരിക്കും അധികം വരും കേട്ടോ. ഒരു കമ്പനിയാണ് നിങ്ങളെ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു സെയിം ഒരു ടൈപ്പിലുള്ള എല്ലാ റൈറ്റിങ്ങും ഹെഡിങ്ങും അവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ പാറ്റേണിലായിരിക്കും അവർ ചെയ്യാം. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഞാൻ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റീകവർ ചെയ്യണമല്ലോ. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 5 മണി 4:30 5 മണി 5:30 ആ റേഞ്ചിലാണ് ഞാനിപ്പോൾ ഇത് അറിഞ്ഞിട്ടുള്ളത്. ഞാൻ നേരെ നമ്മുടെ ക്രോമിൽ നമ്മുടെ ലാപ്പിൽ തന്നെയായിട്ട് കയറിയത്. ലാപ്പിൽ തന്നെ എൻ്റെ ക്രോമിൽ എൻ്റെ വെബിൽ കയറി, മീൻസ് ക്രോമിൽ കയറിയിട്ട് ക്രിയേറ്റർ സ്റ്റുഡിയോ കയറിയപ്പോൾ
അവർ എന്നോട് കൺഫർമേഷൻ ചോദിച്ചു. അപ്പോൾ കൺഫർമേഷൻ ചോദിച്ചപ്പോൾ അവർ പാസ്വേഡൊക്കെ മാറ്റിയിട്ടില്ല, എന്നാലും വേറെ ആൾ കയറിയതുകൊണ്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി അവർ കൺഫേം ചെയ്തു. ഞാൻ സെക്യൂരിറ്റി കോഡൊക്കെ അടിച്ചിട്ട് എൻ്റർ ചെയ്തു. സോ ഭാഗ്യത്തിന് അവർ പാസ്വേഡ് മാറ്റാൻ അവർക്ക് പറ്റിയിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ ഗൂഗിളിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം, എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ സംഭവം ഓൺ ആക്കിയിട്ടതുകൊണ്ട് ആയിരിക്കാം, അങ്ങനെ ഗൂഗിളിൻ്റെ ഒരുപാട് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. സോ അത് ഓൺ ആക്കിയിട്ടതുകൊണ്ടായിരിക്കാം അവർക്ക് പാസ്വേഡ് മാറ്റാൻ പറ്റിയിട്ടില്ല. അതായത് പാസ്വേഡ് മാറ്റണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ആ കണക്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫോണാണ് പോക്കോ X3. സോ ആ പോക്കോ X3 ഉണ്ടെങ്കിൽ മാത്രമേ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് ഒരു പുതിയ പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ ചാനലിൻ്റെ പേര് മാറ്റി. ഇപ്പോഴും ഒരുപാട് 160 വീഡിയോസോളം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അപ്പം തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, പബ്ലിക്കാക്കി. സോ ബാക്കിയുള്ള നമ്മുടെ ചാനലിലുള്ള ആളുകൾക്കും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരോടും അറിയിച്ച് നമ്മുടെ ചാനൽ ഹാക്ക് ആയിട്ടുണ്ട് അറിയാണ്ട്. സോ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്, റീകവർ ചെയ്തത്. ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാവരും ഓൺ ആക്കിയിട്ട് കേട്ടോ. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടാൽ നമ്മുടെ ചാനൽ പകുതി വരെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്കൊരു ഐഡിയ ഇല്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കാരണം പാസ്വേഡ് മാറ്റി വെച്ചിട്ട് അവർക്കത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ലാപ്പിലും ഫോണിലൊക്കെ ആ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ സസ്പീഷ്യസ് ആക്ടിവിറ്റി ഡിറ്റക്റ്റഡ് അറിയാണ്ട് എൻ്റെ ലാപ്പിൽ ഒരു സസ്പീഷ്യസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അറിയാണ്ട് ഗൂഗിൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ നിന്ന്. സോ എൻ്റെ ആ മെയിൽ ഈ ലാപ്പിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്യുകയാണ്, ഇതിൽ എന്തോ സസ്പീഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, അവരുടെ ആപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ ചെയ്ത ആ മെയിൽ വഴി തന്ന മെയിൽ വൈറസും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാപ്പിൽ ഉണ്ടെന്ന് മനസ്സിലായി. സോ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ അമൽ ഗാറ്റസ് മലയാളം എന്ന് പറഞ്ഞ ഒരു ചാനൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും, എൻ്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ചാനലാണ്. സോ അമൽ ബ്രോനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അമൽ ബ്രോ എന്നോട് പറഞ്ഞു, അമൽ ബ്രോ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഹാക്കിങ്ങിനെ പറ്റിയിട്ടുണ്ട്. അമൽ ബ്രോ പറഞ്ഞു ഒരുപാട് വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിങ്ങളിങ്ങനെ ഹാക്കിങ് പെടുക എന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ വിഷമമാണെന്നൊക്കെ പറഞ്ഞു. സോ അമൽ ബ്രോ വളരെ നല്ല രീതിയിൽ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഒരു മാൽവെയർ ബൈറ്റ്സ് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നീ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു പൈസ കൊടുത്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, പക്ഷേ അതൊരു കുറച്ച് ദിവസം ട്രയലായിട്ട് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് സ്കാൻ ചെയ്യുക. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് ഉള്ള വൈറസും കാര്യങ്ങളൊക്കെ പോകും. അതിൽ ഒരുപാട് ഇതുണ്ടായിട്ടുണ്ടോ, ഒരുപാട് ത്രെഡ്സ് ഇതിലുണ്ടായിരുന്നു. ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരുപാട് ത്രെഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സ്കാൻ ചെയ്തപ്പോൾ അതായത് സംഭവം അതിൽ ക്ലിയർ ഹിസ്റ്ററി പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആ മാൽവെയർ ബൈറ്റ്സ് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് അമൽ ബ്രോ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലാപ്പ് ഒന്ന് റീസെറ്റ് ചെയ്യാം. കാരണം അതിൽ ഒരുപാട് ഒരുപാട് വൈറസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. സോ ലാപ്പ് റീസെറ്റ് ചെയ്യാം. സോ ഞാൻ പിറ്റേന്ന് തന്നെ ലാപ്പും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് ഞാൻ ചാനൽ റീകവർ ചെയ്തത്. സോ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇതുവരെ വേറെ അറ്റംപ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ അമൽ ബ്രോ പറഞ്ഞു ജസ്റ്റ് ഒന്ന് യൂട്യൂബിനെ ഹെൽപ്പ് സെൻറ്ററിൽ അവരെ ഒന്ന് മെയിൽ അയച്ചത്, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ മെയിൽ അയക്കാൻ പറഞ്ഞു. പിന്നെ അമൽ ബ്രോ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, മാക്സിമം നമ്മുടെ ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. സോ ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അമൽ ബ്രോ പറഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു അപ്പീലില്ല ഗൈസ്. ഓക്കെ, എൻ്റെ ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൽ എന്ന് പറഞ്ഞ ആള്. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അത്ര നല്ലൊരു സ്റ്റോറി ടെല്ലറൊന്നല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഞാൻ അങ്ങനെ പ്രൊമോഷൻ മെയിൽ വന്നുകൊണ്ട് നമ്മുടെ ചാനൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചാനൽ മെച്ചപ്പെട്ട് പോകില്ല. എന്തായാലും കുറച്ച് വരുമാനം നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുള്ളൂ. സോ പ്രൊമോഷൻ നമ്മൾ എടുക്കാൻ കാരണം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുകൊണ്ടാണ് നമ്മൾ പ്രൊമോഷൻ മെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. സോ നോക്കട്ടെ, വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും ചാനൽ വന്നാൽ നമുക്ക് സെക്കൻഡ് ചാനലൊന്നുമില്ല, മാക്സിമം നമ്മളൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സെക്കൻഡ് ചാനൽ തുടങ്ങിയാൽ നമുക്ക് മെച്ചപ്പെടുമെന്ന് അറിയില്ല. ഈ ഒരു ചാനലിനെ ഇങ്ങനെ ഒരു രീതിയിൽ എത്തിക്കാൻ നമ്മൾ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് നമ്മളെ രീതിയിൽ കട്ടക്ക് സപ്പോർട്ട് ചെയ്തൊരു കുറച്ച് ആളുകൾ നമ്മളെപ്പോഴും. സോ എല്ലാവർക്കും ഈ ചാനൽ റിക്കവർ ആയി ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഫയാസ്, അവനാണ് എന്നെ ആദ്യമായിട്ട് ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചാനൽ ഹാക്ക് ആയ കാര്യം. അതേപോലെ തന്നെ അമൽ ബ്രോ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ നല്ല രീതിയിൽ എന്താ പറയുന്നത് സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വളരെയധികം ഒരു നന്ദി ഞാൻ പറയുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാർക്കുന്നു. നാളെ ഒരു ടെക്നോളജി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഗുഡ് ബൈ.